ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2024 സെറ്റ് ചെയ്തിരുന്ന 24 ടൈനി ഗോൾസിൻ്റെ ഇവാലുവേഷനാണ്. ഇത് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2-3 ഗോൾസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഗോൾസിൻ്റെ കാര്യം ഷോർട്സ് ആയിട്ട് ചെയ്യുന്നത് ബോറിംഗ് ആയിരിക്കും എന്ന് തോന്നിയതുകൊണ്ടാണ് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതിയാവുമല്ലോ. പക്ഷേ ഇതിലങ്ങനെ ഒരുപാട് വലിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഫസ്റ്റ് വണ്ണായിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ന്യൂ ഓൺലൈൻ കോഴ്സ് എന്ന് പറയുന്ന കാര്യമാണ്. പക്ഷേ ഇത് എഴുതി വെച്ചതുപോലെ തന്നെ അവിടെ ഇരിക്കുകയാണ്, ഞാനത് ചെയ്തിട്ടില്ല. ഓൾറെഡി യുഡമിയിൽ ചെയ്തിരുന്ന 2 ഓൺലൈൻ കോഴ്സ് ഇപ്പോഴും കംപ്ലീറ്റ് ചെയ്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ തീർച്ചയായിട്ടും ഒരു വൻ പരാജയമാണ്, ഒന്നും ചെയ്തിട്ടില്ല. ഇനി അടുത്തത് സോളോ ഡേറ്റ് എവരി മന്ത് എന്നുള്ളതാണ്. അത് ആദ്യത്തെ 2 മന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ജാനുവരി ആൻഡ് ഫെബ്രുവരി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർച്ച് പിന്നീട് അങ്ങോട്ട് വെക്കേഷൻ ആയതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ഇനി അടുത്തത് ഡിജിറ്റൽ ഡീക്ലറ്ററിംഗ് ആണ്. അത് ഞാൻ മുന്നത്തെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളത് ചെയ്തു. അടുത്തത് സേ നോ ടു ആഫ്റ്റർ വർക്ക് ഹോംവർക്ക് എന്നുള്ളതാണ്. വർക്കിന് ശേഷമുള്ള പിന്നീട് എക്സ്ട്രാ ചെയ്യേണ്ടി വരുന്ന വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക, അത് കഴിവതും ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അത് തീർച്ചയായിട്ടും ഈ ജാനുവരി ആദ്യം മുതൽ തന്നെ ഞാൻ അത് ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അക്കംപ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളൊന്നും പിന്നീട് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ വന്നിരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അടുത്തത് ഫിനിഷ് റീഡിങ് എ ബുക്ക് എവറി മന്ത് എന്നുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഷോർട്ട് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റാർട്ട് ബ്ലോഗിങ് ആൻഡ് റൈറ്റിംഗ് അഗെയിൻ എന്ന് പറയുന്നതും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് ഗ്രോ ആർട്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് റീൽസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒട്ടും തന്നെ ഫോളോവേഴ്സ് ഇല്ലാത്ത ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ആർട്ട് വീഡിയോസ് ജസ്റ്റ് ഞാൻ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് ലെസ് ഷുഗർ ലെസ് ഓയിൽ എന്ന് പറയുന്ന കാര്യമാണ്. അത്ര മൈൻഡ്ഫുള്ളായിട്ട് ഈ ഒരു കാര്യം ഞാൻ ഇതുവരെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഓർക്കുന്ന സമയത്ത് ഞാനത് കഴിവതും കുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതല്ലാണ്ട് ബോധപൂർവ്വം കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഓർത്ത് വെച്ച് ഞാൻ കുറക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഫെയിലാണ്. ഇനി ശ്രമിക്കണം കുറച്ചുകൂടി ബെറ്റർ ആവാനായിട്ട്. വരുന്ന മാസങ്ങളിൽ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഗോ ടു ബെഡ് ബൈ 10:30 എന്ന് പറയുന്ന കാര്യം. ആദ്യത്തെ കുറച്ച് ദിവസം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും സ്ലീപ്പിംഗ് റുട്ടീനൊക്കെ ആകെ താളം തെറ്റി കിടക്കുകയാണ്. അതും കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. സെറ്റ് എ ഗാലറി വാൾ എന്ന് പറയുന്ന കാര്യത്തിൽ ഒന്നും തന്നെ ഇപ്പോൾ ചെയ്തിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും അത് ഈ ഒരു വർഷം കൊണ്ട് അക്കംപ്ലിഷ് ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഈ വർഷം കഴിയുന്നതിന് മുന്നേ നമ്മളത് എന്തായാലും ചെയ്യും. യൂസ് സ്ക്രീൻ ടൈം ടു 1 hour എന്നുള്ളതാണ്. 2 മണിക്കൂർ എന്നുള്ളത് ഇപ്പോൾ 1.5 ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ബൈ ദി എൻഡ് ഓഫ് ദിസ് ഇയർ തീർച്ചയായിട്ടും അത് 1 hour ആക്കി മാറ്റണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് പറ്റുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗെയിം പെയിൻ എന്ന് പറയുന്ന കാര്യമാണ്. അത് നമ്മൾ ആ ഒരു ഷോർട്ട് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയുന്നില്ല. നെക്സ്റ്റ് വൺ ട്രൈ ന്യൂ ഹെൽത്തി മഫിൻസ് എന്നുള്ളതാണ്. അത് ചെയ്തിട്ടില്ല, അത് ട്രൈ ചെയ്ത് നോക്കണം. ഔട്ടിംഗ് വിത്ത് ഫ്രണ്ട്സ് എന്ന് പറയുന്ന കാര്യം അങ്ങനെ കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. വെക്കേഷനാണ് അത് വിചാരിച്ചിരുന്നത്, പക്ഷേ വെക്കേഷൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, സമയമുണ്ട്, അപ്പോൾ ചെയ്യണം. ഇനി അടുത്ത വൺ പെയിൻറ്റിങ് എവറി മന്ത് എന്നുള്ള കാര്യമാണ്. അത് ഞാൻ അതിലും കൂടുതൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം വരച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഇനി അടുത്തത് ഫിനിഷ് ദ ഓഡിയോ ബുക്സ് എന്നുള്ളതാണ്. ഓൾറെഡി തുടങ്ങി വെച്ചിരുന്ന ഓഡിയോ ബുക്സ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി എന്ന് പറയുന്നൊരു ബുക്കും സ്റ്റീൽ ലൈക്ക് എൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ബുക്കുമാണ് വായിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഓഡിയോ ബുക്സ് ആയിട്ട്. അപ്പോൾ അത് 2 ഞാൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഷോ യുവർ വർക്ക് എന്ന് പറയുന്ന ഒരു ഓഡിയോ ബുക്ക് കൂടി ഈ പ്രാവശ്യം കേട്ടത്. ഇനി അടുത്തത് ഹെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യമാണ്. അത് ചെയ്തിട്ടില്ല. ഗ്രോ ഹെൽത്തി ഹെയർ എന്ന് പറയുന്നത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ എല്ലാ ദിവസവും തീർച്ചയായിട്ടും ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് എ ഡോക്യുമെൻ്ററി അബൌട്ട് എ ന്യൂ ടോപ്പിക് എന്നുള്ളതാണ്. ഡോക്യുമെൻ്ററി കണ്ടിട്ടില്ല, 2-3 ഷോർട്ട് മൂവീസ് കണ്ടു. അതായത് ന്യൂ ടോപ്പിക്കൊന്നും അല്ല, എന്നാലും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള 2-3 ഷോർട്ട് മൂവീസ് കണ്ടിട്ടുണ്ടായിരുന്നു. 1/2 മണിക്കൂറിൽ താഴെ മാത്രം ലെങ്ത് ഉള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായിട്ടും എനിക്ക് ഒരു ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്ന കാര്യമായിരുന്നു. പക്ഷേ ഡോക്യുമെൻ്ററി കാണാനായിട്ട് പറ്റിയിട്ടില്ല. യൂണിവേഴ്സ് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അത് ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷേ പകുതി പോലും ആയിട്ടില്ല. ഇനി അടുത്തത് ലേൺ ദ ബേസിക്സ് ഓഫ് ഡിജിറ്റൽ പെയിൻറ്റിങ് എന്നുള്ളതാണ്. അത് ജസ്റ്റ് 1-2 ഫ്രീ ക്ലാസ്സസ് ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു. സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിലൂടെ അത് ബേസിക്സ് ഒന്ന് പഠിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ പ്ലാൻ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബേസിക്സ് ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് മണി എന്ന് പറയുന്നതാണ്. അത് കഴിഞ്ഞ ഡിസംബർ മുതൽ ഞാൻ ട്രൈ ചെയ്യുന്ന കാര്യമാണ്. വലിയൊരു എമൗണ്ട് അല്ലെങ്കിലും ചെറിയൊരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതും അപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ ഡീറ്റോക്സ് എവറി മന്ത് എന്നുള്ളതാണ്. ഡിജിറ്റൽ ഡീറ്റോക്സ് ജാനുവരിയിൽ ചെയ്തു, പക്ഷേ ഫെബ്രുവരിയിൽ ചെയ്തിട്ടില്ല, മാർച്ചിലും ചെയ്തിട്ടില്ല. പിന്നെ അടുത്തത് ഇംപ്രൂവ് ടൈപ്പിംഗ് സ്പീഡ് എന്ന് പറയുന്ന കാര്യമാണ്. ടൈപ്പിംഗ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കറൻ്റ്ലി ഞാനൊന്നും ചെയ്തിട്ടില്ല. അടുത്തത് റെഡ്യൂസ് മൈഗ്രെയിൻ എന്ന് പറയുന്ന കാര്യമാണ്. മൈഗ്രെയിന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഇനി അതിൻ്റെ ഒപ്പം തന്നെ
സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന കാര്യവും ഞാൻ ചെയ്തത് മൈഗ്രെയിൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ സ്ക്രീൻ ടൈം എനിക്ക് കുറക്കാൻ സാധിച്ചു എന്നുള്ള രീതിയിൽ മൈഗ്രെയിൻ കുറക്കുക എന്ന് പറയുന്ന ഗോളിലേക്ക് അതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതുപോലെ തന്നെ കഴിവതും മൈഗ്രെയിൻ വരുമ്പോൾ ടാബ്ലറ്റ്സ് കഴിക്കുന്ന ടെൻഡൻസി ഒഴിവാക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു നിവൃത്തിയില്ല, കഴിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സിംറ്റംസ് കാണുമ്പോൾ തന്നെ ഞാൻ കഴിവതും സ്ക്രീൻ അവോയ്ഡ് ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് കുറച്ചിട്ടുണ്ട്, മൈഗ്രെയിൻ്റെ ആ ഒരു ഫ്രീക്വൻസി കുറച്ചിട്ടുണ്ട്. ഇത്രയാണ് അപ്പോൾ എൻ്റെ ടൈനി ഗോൾസിനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്, കാരണം നിങ്ങളുടെ ടൈം ഒരുപാട് വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് പ്രത്യേകിച്ചൊരു നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഇൻഫർമേഷൻ തരുന്നൊരു വീഡിയോ അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. ഏതെങ്കിലും വിധത്തിൽ ഈ ഒരു വീഡിയോ നിങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ ടൈനി ഗോൾസോ അല്ലെങ്കിൽ നിങ്ങളുടെ മേജർ ഗോൾസോ ഒക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് 3 months കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് നമ്മുടെ ഇയർലി ഗോൾസ് കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നൊരു ഐഡിയ കിട്ടും. അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാനും അത് അക്കംപ്ലിഷ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലെ മറ്റൊരു നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.